നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ തിയറിയിലെ 6ാമത്തെ ചാപ്റ്റർ സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ഞാൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ് അല്ലെങ്കിൽ പൗരയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം കണ്ടെത്താൻ പോകുന്നത്. നിങ്ങളുടെ പരീക്ഷയുടെ കാര്യം പറയുവാണെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. പക്ഷെ പേടിക്കണ്ട, കാരണം ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. സാധാരണയായി ഇതിൽ നിന്ന് എന്താ ചോദിക്കാന്നറിയാമോ? ഒന്ന്, പൗരത്വം എന്നതിൻ്റെ ഡെഫിനിഷൻ, അതായത് നിർവചനം ചോദിക്കും. പിന്നെ ഒരു പൗരന് കിട്ടുന്ന പലതരം അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതോടൊപ്പം പൗരത്വം നേരിടുന്ന ചില വെല്ലുവിളികളെക്കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ഒന്നാമതായി, സിറ്റിസൺഷിപ്പ് എന്താണെന്ന് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും. രണ്ടാമത്, ആ 3 തരം അവകാശങ്ങളില്ലേ, അത് കൃത്യമായി വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ പൗരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും ഒരു പേടിയുമില്ലാതെ നല്ല കോൺഫിഡൻസോടെ ഉത്തരമെഴുതാൻ നിങ്ങൾ റെഡിയാകും. ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബേസിക് വാക്കുകൾ, അതായത് ഇതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ പരിചയപ്പെടാം. ഇവയുടെ അർത്ഥം പിടികിട്ടിയാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണിത്. എന്താണ് പൗരത്വം? ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യമായ അംഗത്വം. ഇത് കേട്ടിട്ട് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും. നമുക്കിത് സിമ്പിളാക്കാം. നമ്മുടെ വീടിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ വീട്ടിലെ എല്ലാ കാര്യത്തിലും അവർക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ നമ്മൾ ആ കുടുംബത്തിലെ ഒരു ഫുൾ ആൻഡ് ഈക്വൽ മെമ്പറാണ്, അല്ലേ? നമുക്കവിടെ എല്ലാ അവകാശങ്ങളുമുണ്ട്, ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ കാര്യവും. ആ രാജ്യത്തെ ഒരു പൂർണ്ണ അംഗമാകുന്നതിനെയാണ് നമ്മൾ പൗരത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയറായോ? അടുത്ത വാക്കാണ് സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം. ശ്രദ്ധിക്കണം, പൊളിറ്റിക്കൽ തിയറിയിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട് എന്ന സംസ്ഥാനങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളെയാണ്. അതായത് അവിടുത്തെ അംഗങ്ങൾക്ക്, പൗരന്മാർക്ക് ഒരുമിച്ച് ഒരു ഐഡന്റിറ്റി കൊടുക്കുന്ന, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നൊരു ഫീൽ തരുന്ന, അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ട അവകാശങ്ങളൊക്കെ നൽകുന്ന ഒരു രാഷ്ട്രീയ സമൂഹമാണ് സ്റ്റേറ്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 3ാമത്തെ വാക്ക് റെഫ്യൂജി അഥവാ അഭയാർത്ഥി എന്നതാണ്. ഇത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. സ്വന്തം രാജ്യത്ത് യുദ്ധമോ വലിയ പ്രശ്നങ്ങളോ കാരണം ജീവിക്കാൻ പറ്റാതെ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വരുന്നവരാണിവർ. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു രാജ്യത്തിൻ്റെയും പൗരത്വം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഒരു അവകാശങ്ങളോ ഒരു നിയമപരിരക്ഷയോ കിട്ടില്ല. അവരുടെ കാര്യം ആലോചിച്ചുമ്പോഴാണ് നമുക്ക് പൗരത്വം എന്നതിൻ്റെ വില ശരിക്കും മനസ്സിലാവുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബേസിക് വാക്കുകളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റിലേക്ക് കടക്കാം. ഓർമ്മയുണ്ടോ ആ ഡെഫിനിഷൻ? പൂർണ്ണവും തുല്യവുമായ അംഗത്വം. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിളാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ചില അടിസ്ഥാനപരമായ അവകാശങ്ങൾ കിട്ടണം, അതും തുല്യമായി കിട്ടണം. ഈ അവകാശങ്ങളെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. ആ 3 ആദ്യത്തേതാണ് സിവിൽ റൈറ്റ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ സിവിൽ അവകാശങ്ങൾ. TH മാർഷൽ എന്നൊരു ചിന്തകനാണ് ഈ 3 തരം അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവൻ, സ്വാതന്ത്ര്യം, പിന്നെ സ്വത്ത്, ഇവയെല്ലാം സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ്. ഉദാഹരണത്തിന്, നമുക്ക് പേടിയില്ലാതെ സംസാരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെയാണ് സിവിൽ റൈറ്റ്സ്. 2ാമത്തെ ടൈപ്പ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് രാഷ്ട്രീയ അവകാശങ്ങൾ. ആ പേരിൽ തന്നെയുണ്ട് കാര്യമല്ലേ? രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ, അതായത് ഭരണത്തിൽ പങ്കെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന അവകാശങ്ങളാണിവ. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഏതാണ്? നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, പിന്നെ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശം. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇനി 3ാമത്തേത് സോഷ്യൽ റൈറ്റ്സ് അഥവാ സാമൂഹിക അവകാശങ്ങൾ. ഇത് ഉറപ്പുവരുത്തുന്നത് എന്താണെന്നാൽ രാജ്യത്തെ ഓരോ പൗരനും വിദ്യാഭ്യാസം നേടാനുള്ള അവസരം കിട്ടണം, അതോടൊപ്പം ജീവിക്കാൻ ആവശ്യമായ ഒരു മിനിമം ജീവിത നിലവാരമെങ്കിലും ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഈ 3 തരം അവകാശങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ഒരാൾക്ക് ഒരു രാജ്യത്ത് പൂർണ്ണ പൗരത്വം ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിയമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നിയമപ്രകാരം എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ, റിയൽ ലൈഫിൽ എല്ലാവർക്കും ഈ അവകാശങ്ങൾ ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. ആ വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
ഇതിലെ ഒരു വലിയ പ്രശ്നമാണ് ഇൻസൈഡർ വേഴ്സസ് ഔട്ട്സൈഡർ എന്ന് പറയുന്നത്. അതായത് അകത്തുള്ളവരും പുറത്തുള്ളവരും തമ്മിലുള്ള ഒരു തർക്കം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു നാട്ടിലുള്ള ആളുകൾ ജോലിക്ക് വേണ്ടി വേറെ സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ട് വരുന്ന സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു. മുംബൈക്കാർക്ക് മാത്രം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ എന്താണ് നിയമം? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്കാർക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി താമസിക്കാനും ജോലി ചെയ്യാനും അവകാശമുണ്ട്. പക്ഷേ ഈ അകത്തുള്ളവർ പുറത്തുള്ളവരെന്ന തർക്കം കാരണം പലർക്കും ആ അവകാശം ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, അതാണ് പ്രശ്നം. ഈ തുല്യത നിഷേധിക്കുന്നതിന്റെ ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണമാണ് പണ്ട് അമേരിക്കയിലുണ്ടായിരുന്ന വർണ്ണവിവേചനം. കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു അവകാശവും കൊടുക്കാത്ത അവസ്ഥ. ഇതിനെതിരെ പോരാടിയ മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ പറഞ്ഞ വളരെ ശക്തമായൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വിവേചനം ഒരു സാമൂഹിക കുഷ്ഠരോഗം പോലെയാണെന്നാണ്. കാരണം അത് അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും. ഇത് തുല്യ അംഗത്വം എന്ന ആശയത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ശരി, ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. ഒരു പൗരനും അയാളുടെ രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് പ്രധാനമായും നാഷണൽ ഐഡന്റിറ്റി, അതായത് ദേശീയത എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇവിടുത്തെ പൗരത്വ സങ്കല്പം വളരെ സ്പെഷ്യലാണ്. ഒന്നാമതായി ഇത് സെക്യുലറാണ്. അതായത് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ഇന്ത്യൻ പൗരനാകൂ എന്നൊന്നുമില്ല. രണ്ടാമതായി ഇത് ഡെമോക്രാറ്റിക്കാണ്, അതായത് ജനാധിപത്യപരമാണ്. ഭരണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇൻക്ലൂസീവാണ്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. എത്രയോ ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ ഇതെല്ലാമുള്ള ആളുകളെയും ഒന്നായി കാണാനാണ് നമ്മുടെ ഭരണഘടന ശ്രമിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ പൗരത്വം കിട്ടാൻ പല വഴികളുണ്ട്. ജനനം കൊണ്ട്, മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെങ്കിൽ പിന്തുടർച്ചയായിട്ട്, അപേക്ഷ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ, പിന്നെ കുറേ കാലം ഇന്ത്യയിൽ താമസിച്ച് സ്വാഭാവിക പൗരത്വം നേടുന്നതിലൂടെ. ഇങ്ങനെ പല രീതികളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യത്തിന് എങ്ങനെ കൃത്യമായി ഉത്തരമെഴുതാം എന്ന് നോക്കിയാലോ? ഇത് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യും. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാ പൗരന്മാർക്കും തുല്യാവകാശങ്ങൾ നൽകിയിട്ടുണ്ടാകാം, എന്നാൽ എല്ലാവർക്കും അത് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കില്ല. വിശദീകരിക്കുക. ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരമെഴുതും? ഞാൻ പറഞ്ഞുതരാം. 3 സ്റ്റെപ്പായിട്ട് എഴുതണം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു ആമുഖം. അവിടെ പൗരത്വത്തിന്റെ ഡെഫിനിഷൻ എഴുതുക. പൂർണ്ണവും തുല്യവുമായ അംഗത്വം. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് പ്രധാന ഭാഗം. ഇവിടെ നമ്മൾ പ്രശ്നം കൃത്യമായി പറയണം. നിയമത്തിൽ അവകാശമുണ്ടെങ്കിലും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ട് നിൽക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പല തടസ്സങ്ങളുമുണ്ടെന്ന് പറയുക. എന്നിട്ടൊരു ഉദാഹരണം കൊടുക്കണം. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ കാര്യം പറയാം. അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷേ സ്ഥിരമായൊരു അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് ഒരു വോട്ടർ ഐ ഡി എടുക്കാൻ പോലും അവർക്ക് പറ്റാറില്ല. കണ്ടോ, അതൊരു നല്ല ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഉപസംഹാരം. ഇവിടെ നമ്മൾ പറയേണ്ടത് ഇതാണ്: നിയമം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കേണ്ടത് സ്റ്റേറ്റിന്റെ, അതായത് രാഷ്ട്രത്തിന്റെ കടമയാണ്. ഇങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇനി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ അറിയാതെ വരുത്തിവെക്കുന്ന ചില തെറ്റുകളുണ്ട്. മാർക്ക് പോകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്നും എങ്ങനെ ഒഴിവാക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തെറ്റ്: പൗരത്വം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമാണെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ എഴുതരുത്. അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ശരിക്കും പൗരത്വം എന്നത് നമ്മൾ പഠിച്ച ആ 3 അവകാശങ്ങളുടെയും ഒരു കൂട്ടമാണ്: സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ. ഇത് മറക്കരുത്. രണ്ടാമത്തെ കൺഫ്യൂഷൻ: മൈഗ്രൻസും റെഫ്യൂജീസും, അതായത് കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ഒന്നാണെന്ന് വിചാരിക്കുന്നതാണ്. അത് തെറ്റാണ്. മൈഗ്രൻസ് എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നവരാണ്. അവർക്ക് പൗരത്വമുണ്ടാകും. എന്നാൽ റെഫ്യൂജീസ് അങ്ങനെയല്ല. അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകാൻ നിർബന്ധിതരായവരാണ്. അവർക്കൊരു രാജ്യത്തിൻ്റെയും സംരക്ഷണമുണ്ടാവില്ല. ഈ വ്യത്യാസം കൃത്യമായി മനസ്സിൽ വെക്കണം. ശരി, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് എത്താണ്. നമുക്കിതുവരെ പഠിച്ചാലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒന്നുകൂടി പെട്ടെന്ന് ഓർത്തെടുക്കാം. റെഡിയല്ലേ? ഏറ്റവും ആദ്യം ആ ഡെഫിനിഷൻ, പൗരത്വത്തിന്റെ നിർവചനം. ഇത് കാണാതെ പഠിച്ചോളൂ. ഞാൻ പതുക്കെ പറയാം. പൗരത്വം എന്നാൽ ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ്. ഈ ഒരു വാചകം ഒരു കാരണവശാലും മറന്നുപോകരുത്. പിന്നെ ഓർത്തിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ. 1. TH മാർഷൽ പറഞ്ഞ ആ 3 ടൈപ്പ് അവകാശങ്ങൾ ഏതൊക്കെയായിരുന്നു? സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ. 2. പൗരത്വം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി, ആ ഇൻസൈഡർ ഔട്ട്സൈഡർ പ്രശ്നം. 3. ഇന്ത്യൻ പൗരത്വത്തിന്റെ 3 സ്വഭാവങ്ങൾ: സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇൻക്ലൂസീവ്. ഈ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ഞാനൊരു സിമ്പിൾ പ്ലാൻ പറഞ്ഞുതരാം.
ആദ്യത്തെ 2 ദിവസം നിങ്ങൾ ഈ ക്ലാസ് ഒന്നുകൂടി കേട്ട് കാര്യങ്ങൾ ഉറപ്പിക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നന്നായി വായിച്ച് ചെറിയ നോട്ടുകൾ ഉണ്ടാക്കുക. പിന്നെ 5ഉം 6ഉം ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിന് പിന്നിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി നോക്കണം. ഏറ്റവും ഒടുവിൽ 7ാമത്തെ ദിവസം എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അത്രയേ വേണ്ടൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ഇപ്പോൾ ശരിക്കും റെഡിയാണ്. ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. എൻ്റെ എല്ലാവിധ ആശംസകളും.